ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചുരിദാർ നൈറ്റി തയ്ക്കാം. അതിനു വേണ്ടിയിട്ട് തുണീനെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് മടക്ക് വരുന്ന ഭാഗം. ശരിക്കും ഈ ചുരിദാർ നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലിറ്റ്ലെസ് ടോപ്പ് അല്ലെങ്കിൽ എ ലൈൻ ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മേലെ ഒരു 1/2 ഇഞ്ചിൻ്റെ മാർജിൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ഈ മാർജിൻ ലൈൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ ആക്ച്വൽ ഷോൾഡർ 7.5 ഇഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ച് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഷോൾഡർ 6.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിനനുസരിച്ച് എങ്ങനെയാണ് ഷോൾഡർ വരയ്ക്കുന്നതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഷോൾഡർ 6.25 മാർക്ക് ചെയ്തു. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 1/2 ഇഞ്ചിൻ്റെ ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്ക് വിഡ്ത്ത് പോയിന്റും ഈ പോയിന്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6.5 എടുത്തിരിക്കുന്നത്. ആം ഹോളിൻ്റെ ലെങ്ത്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഈ കൈവണ്ണത്തിൻ്റെ പകുതിയാണ്. കൈയുടെ ഏറ്റവും വണ്ണുള്ള ഭാഗത്തിൻ്റെ പകുതി. ഇവിടെ എനിക്ക് 13 അപ്പോൾ ഞാൻ 6.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ. അവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ ചെസ്റ്റ് മെഷർമെൻറ്റ് 36. അപ്പോൾ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. പ്ലസ് ചുരിദാറിനാണെങ്കിൽ 1 ഇഞ്ചാണ് ഞാൻ ലൂസിന് വേണ്ടി കൊടുക്കാറ്. ഇത് നൈറ്റി ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ലൂസ് വേണം എന്നുള്ളതുകൊണ്ട് ഞാനിതാ 10.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് ഞാൻ ലൂസിന് വേണ്ടി കൊടുത്തു. ചെസ്റ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് ആം ഹോൾ വരയ്ക്കുന്നത്. ഈ ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി അളവിൽ നിന്നും ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഫ്രണ്ട് ആം ഹോൾ വരച്ചെടുക്കുകയാണ്. ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും വരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബേസ് ലൈൻ. ബേസ് പോയിന്റ് വരുന്ന ആ ഒരു ഭാഗം. ഷോൾഡറിൽ നിന്ന് ടേപ്പ് വെച്ച് താഴേക്ക് അളക്കുമ്പോൾ ബേസ്റ്റ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആ ഒരു നിപ്പിൾ പോയിന്റ് അഥവാ എപ്പെക്സ് പോയിന്റ് ഇവിടെ 10.5 10.5 മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടുത്തെ ബേസ് റൗണ്ട് 38 ഇഞ്ചാണ്. അപ്പോൾ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 പ്ലസ് 1/2 ഇഞ്ച് ഈസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾ ബേസ്റ്റിന് ലൂസ് കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊരു നൈറ്റി ആയതുകൊണ്ടാണ് 1/2 ഇഞ്ച് ലൂസ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഷോൾഡറിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വേസ്റ്റ് ലൈൻ. ഇവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് കൊടുക്കാം. ഇവിടുത്തെ വേസ്റ്റ് റൗണ്ട് 33 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.25 പ്ലസ് ചെസ്റ്റിൽ കൊടുത്ത പോലെ തന്നെ 1.5 ഇഞ്ച് ലൂസ് കൊടുത്തു. അപ്പോൾ 9.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഷോൾഡറിൽ നിന്നും താഴേക്ക് 19 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. ഇവിടെയാണ് നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ചുരിദാർ തയ്ക്കുമ്പോൾ സ്ലിറ്റ് തയ്ക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിനേക്കാളും 2 ഇഞ്ച് മേലെയായിട്ട് വേണം നമ്മൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ. ഇവിടെ 21 ഇഞ്ചിലാണ് ചുരിദാറിന് സ്ലിറ്റ് ഇടാറ്. അപ്പോൾ അതിൽ നിന്നും 2 ഇഞ്ച് മൈനസ് ചെയ്ത് 19 ഇഞ്ചിൽ നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് കൊടുക്കുകയാണ്. ഇവിടുത്തെ ഹിപ്പ് മെഷർമെൻറ്റ് 42 ഇഞ്ചാണ്. അപ്പോൾ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.5 പ്ലസ് 1.5 ഇഞ്ച് ഈസിന് വേണ്ടി കൊടുത്തു. അങ്ങനെ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് നമുക്ക് നൈറ്റിക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 56 ഇഞ്ചാണ്. ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നൈറ്റിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ ലൈനിൽ നൈറ്റിയുടെ അടിഭാഗത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഡബിളാണ്. ഇവിടുത്തെ ചെസ്റ്റ് 36 അതിന് ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 72. 72ൻ്റെ 4 ഭാഗം ഇവിടെ 18 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ മാർക്കിങ്സ് എല്ലാം തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ചെസ്റ്റ് മുതൽ വേസ്റ്റ് വരെ നമുക്കൊരു സ്ട്രേറ്റ് സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. വേസ്റ്റ് മുതൽ താഴേക്ക് ഈ ഹിപ്പിൻ്റെ പോയിൻ്റ് പെടുന്ന രീതിയിൽ ഹിപ്പ് സ്കെയിൽ വെച്ച് കൊടുക്കുക. വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ആ താഴെ 18 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് കണക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ വേണം ഈ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കാൻ.
ഹിപ്പ് സ്കെയിലിന് ശേഷം ഞാനൊരു സ്ട്രേറ്റ് സ്കെയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ആ 18 ഇഞ്ചിലേക്ക്. അപ്പോൾ നമുക്കത് ആ ലൈൻ കറക്റ്റായിട്ട് കിട്ടും. ഇതാ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആക്ച്വൽ ഹിപ്പ് ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് മൈനസ് ചെയ്യാൻ കാരണം ആക്ച്വൽ ഹിപ്പ് ലെങ്ത്ത് വരെ നമ്മളിങ്ങനെ മെഷർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2 ഇഞ്ച് മേലാക്കിയിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പാക്കി ഇവിടെ കൊടുത്തത്. എ ലൈൻ ചുരിദാർ അഥവാ സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാർ തയ്ക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കൂടാതെ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്. ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ നമ്മൾ ഇതിന് ഒരു ചെറിയ കർവിയാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഇവിടെ ചെറുതായിട്ടൊന്ന് കർവ് ഷേപ്പാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഫ്രഞ്ച് കർവിൻ്റെ ഈ ഒരു പോർഷൻ ഉപയോഗിച്ചിട്ട് ഇതാ ഇങ്ങനെയൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 1 ഇഞ്ച് മാത്രമാണ് മുകളിലേക്ക് കയറിയിട്ടുള്ളൂ. ഇനി നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. താഴെ മടക്കി തയ്ക്കാനായിട്ട് സാധാരണ ചുരിദാറിൽ ചെയ്യുന്നത് പോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ആം ഹോളിൽ 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ടാണ് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുന്നത്. ചെസ്റ്റ് മുതൽ ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത അവിടം വരെ നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 1.5ക്കാളും കൂടുതൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തയ്ച്ചു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുളിവുകൾ വീഴാൻ സാധ്യതയുണ്ട്. ഹിപ്പ് ലെങ്ത്ത് മുതൽ താഴേക്ക് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. വേസ്റ്റിലും ഹിപ്പ് ലെങ്ത്തിലും നമുക്കൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം. കൂടാതെ ആ ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിൻറ്റും ഫുൾ ലെങ്ത്തും അതിൻ്റെ മിഡിലായിട്ട് ഒരു നോച്ച് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇത്രയും ലെങ്ത്ത് ആയതുകൊണ്ട് തയ്ക്കുമ്പോൾ ഒപ്പം കിട്ടാനാണ്. ബാക്ക് പാർട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ മാർജിൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാം. ഈ ലൈനിൽ നിന്നും താഴേക്ക് 3.25 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ക്യാപ്പ് ഹൈറ്റ്. കുറച്ചും കൂടി വണ്ണമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 4 ഇഞ്ച് വരെ എടുക്കാം. അല്ല കുറച്ച് വണ്ണം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ 3-3.25 വരെ എടുക്കാവുന്നതാണ്. ആ ക്യാപ്പ് ഹൈറ്റ് വരച്ച ലൈനിൽ നമ്മൾ 8 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആ 8 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ആം ഹോൾ ലെങ്ത്ത് 6.5, അതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 1.5 ഇഞ്ച് ആഡ് ചെയ്തതാണ്. 6.5 + 1.5 8. എന്നിട്ട് ഇതാ ഈ 2 പോയിൻറ്റുകളെ സ്കെയിൽ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ 9 ആയിരുന്നു, ഹാഫ് 4.5 മാർക്ക് ചെയ്തു. എന്നിട്ട് ആം ഹോൾ കർവ് ഇതാ ഈ 2 പോയിൻറ്റും ജോയിൻ ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക, വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, വരയ്ക്കുക. ഇതാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോളിനോട് ജോയിൻ ചെയ്യുന്ന ഭാഗം. ബാക്ക് ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളിവിടെ ഒരു പകുതി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രഞ്ച് കർവിന് ഇതാ ഈ 2 പോയിൻറ്റും ജോയിൻ ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക, വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും ഇതാ ഈ പോയിൻറ്റിനും 1 ഇഞ്ച് മുൻപെങ്കിലും ജോയിൻ ആയിരിക്കണം. അങ്ങനെ ആയില്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ആം ഹോളിൻ്റെ അവിടെ അങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. ഇവിടുത്തെ സ്ലീവ് ലെങ്ത്ത് 7 ഇഞ്ചാണ്. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ സ്ലീവ് ഓപ്പൺ 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ഈസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 2 പോയിൻറ്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തു. സ്ലീവിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി തയ്യൽ തുമ്പ്. താഴെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടോപ്പിൽ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിലും കൊടുക്കുക. പക്ഷേ ഇവിടെ എത്തുമ്പോൾ 1 ഇഞ്ച് മതിയാവും. അപ്പോൾ നമ്മൾ ഈ 1.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ചിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളായിട്ട് ജോയിൻ ചെയ്യുന്നിടത്ത് 1/2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ നൈറ്റിയിലേക്ക് എങ്ങനെയാണോ കണക്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ വിരിച്ചിടുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷൻ എടുക്കുക,
ഇതിൻ്റെ ഈ ഒരു പോർഷൻ എടുക്കുക. എന്നിട്ട് ഇവ തമ്മിലൊന്നിങ്ങനെ ചേർത്ത് പിടിക്കുക. ആ മാർക്കിംഗ് ഉള്ള ഭാഗം മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഈ ഫ്രണ്ട് ആം ഹോളിൽ നിന്നും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക, കട്ട് ചെയ്യുക. എന്നിട്ട് സെൻറ്റർ നോച്ച് കൊടുക്കുക. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇതിനൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതാ, ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്കിംഗ് കൊടുത്തു, ഇവിടെ ഒരു 3/4 ഇഞ്ച് മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ടൊരു ഡിസൈൻ വരച്ചെടുത്തിരിക്കുകയാണ്. ഇത് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഫ്രണ്ട് നെക്കിൽ വെക്കുന്നത്. കോൺട്രാസ്റ്റ് കളർ തുണിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഈ ഒരു പീസ് ഇങ്ങനെ നിർത്തുന്നത് നമ്മൾ തുണിയിലോട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആ നെക്ക് വിടുത്ത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് ലെങ്ത്തിൽ 3.5 ഇഞ്ച് വിഡ്ത്തിൽ ഒരു നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമൽ യു നെക്കാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഔട്ടർ പോർഷനിൽ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് തയ്ച്ച് കഴിയുമ്പോൾ ഉള്ളിൽ നല്ല ഈവണായി നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാൻവാസിന് ഇതാ തുണിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ അരികുവശം ഒന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ കൊടുത്ത ഈ ഒരു സ്റ്റിച്ച് നൈറ്റിയിലേക്ക് വെച്ച് തയ്ച്ചതിന് ശേഷം നമുക്കിത് അഴിച്ചു കളയാവുന്നതാണ്. നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടാണിത്. ഇതിൻ്റെ ഉൾവശമാണിത്. നല്ല വശം ഇതാണ്. ഇതിൻ്റെ ഉൾവശത്ത് ഈ ക്യാൻവാസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ഈ ഡിസൈൻ നമുക്ക് ഫ്രണ്ടിലോട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. സെൻറ്ററുകൾ നമ്മൾ ചേർത്ത് വയ്ക്കുക, സ്റ്റിച്ച് ചെയ്യുക. തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി സാധാരണ ചുരിദാറിൽ ചെയ്യുന്നത് പോലെ തന്നെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ഇത് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. എന്നിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്യാൻവാസിനെ നല്ല വശത്തേക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പൈപ്പിംഗ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കുക. വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കൂടുതലെടുത്താൽ ഇവിടെ വ്യത്യാസം വരും. അതുകൊണ്ട് ഇത്രയും എടുത്തിട്ട് ഒന്ന് നമുക്ക് തയ്ച്ചു കൊടുക്കാം. നമ്മളിതാ തയ്ച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഈ തുണീനെ സെക്യൂറാക്കാൻ കൊടുത്ത ആദ്യത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് അഴിച്ചു കളയാം. അടുത്തത് നമുക്ക് ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുണിയുടെ നല്ല വശത്ത് ക്യാൻവാസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് തയ്ക്കുകയാണ്. ആദ്യം നമ്മൾ ഇങ്ങനെ സെൻറ്റർ തയ്ക്കും, ദെൻ ഇങ്ങോട്ട് തയ്ക്കും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. തയ്ച്ചെടുത്തു. സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തുക. ഇത് കട്ട് ചെയ്ത് കളയുക. കുഞ്ഞു കുഞ്ഞ് നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡറുകളെ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഈ ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നാൽ മാത്രമാണ് ഈ ഷോൾഡറുകൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ലാതെ ഒപ്പമായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ 1/2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നത്, അതിലൂടെ തയ്ച്ചു കൊടുക്കുക. 2 ഷോൾഡറും ഇങ്ങനെ തന്നെ ചെയ്യാം. നമ്മളിതാ 2 ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതിനെ ഇങ്ങോട്ട് മറയ്ക്കാൻ പോവാണ്. അതിന് മുൻപായിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മറച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിലൊന്നും പെടാതെ കട്ട് ചെയ്യണേ. ഇതുപോലെ 2 സൈഡിലും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തയ്ക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. തയ്ച്ചു കൊടുക്കാം. ഈ ഒരു ക്യാൻവാസിനെ ഒന്നുകിൽ ഹാൻഡ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാം.
നമ്മളിവിടെ 1 ഇഞ്ച് മടക്കി തയ്ക്കാനിട്ടിരുന്നു, അതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. സ്ലീവ് നമ്മളിതാ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ക്യാൻവാസിൽ കട്ട് ചെയ്ത് തുണിയിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിതാ ഇങ്ങനെ സ്ലീവിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിനൊന്നിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കയറ്റി വെക്കുക. ഒരു പൈപ്പിംഗ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇങ്ങനെ കുറച്ച് കയറ്റി വെക്കുന്നത്. സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് ഈ നൈറ്റിയുടെ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ നോച്ചും ഷോൾഡറിൻ്റെ ആ സെൻറ്ററും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. നമ്മളിതാ 2 സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ തയ്യൽ തുമ്പി കൂടെ തന്നെ തയ്ച്ചു പോവാം. നമ്മൾ സൈഡ് ജോയിൻ ചെയ്തു, അടിഭാഗം 1 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാർ നൈറ്റി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.